ആയത്തുള്ള അലി ഖൊമനയെ വധിച്ചു എന്നുള്ള ഇസ്രായേലി പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അത് പ്രൊപ്പഗണ്ട വാർ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ അതിന്റെ ഫുൾ സ്ട്രെങ്തിൽ ഇസ്രായേലി അമേരിക്കയെ നേർക്കുനേർ ആക്രമിക്കുകയാണ്. അത് വിശ്വസിക്കരുത് എന്ന് അബ്ബാസ് അറാഖ്ചി പറയുന്നുണ്ട്. സുരക്ഷിതനാണ് അലി ഖാമനയും പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനും സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാർ, ഒന്നോ രണ്ടോ കമാൻഡർമാർ ഞങ്ങൾ നഷ്ടമായിട്ടുണ്ടാകാം, അത് പക്ഷേ ഞങ്ങൾ അതിജീവിക്കുമെന്നാണ് അബ്ബാസ് അറാഖ്ചി പറയുന്നത്. ഓൾ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് എലൈവ് എവറിത്തിങ് ഈസ് ഫൈൻ എന്നാണ് അറാഖ്ചി പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഏറ്റുമുട്ടൽ സമയത്ത് പ്രൊപ്പഗണ്ട വാർ എന്ന് പറയുന്ന ഒരു പ്രധാന യുദ്ധമേഖലയാണ്. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഈ വരുന്ന വിവരങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ 5000 കിലോമീറ്റർ റേഞ്ചിൽ ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്താൻ കരുത്തുള്ള അമേരിക്കയുടെ FP-132 റഡാർ അത് ഖത്തറിലായിരുന്നു. അത് നശിപ്പിച്ചുവെന്ന് IRGC ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ IRGC ഹൈപ്പർസോണിക് മിസൈലുകൾ US എയർക്രാഫ്റ്റായ കരിയർ USS എബ്രഹാം ലിങ്കണിലേക്ക് അയച്ചുവെന്ന് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുണ്ട്. അമേരിക്കൻ ടൊമഹോക്ക് മിസൈലുകൾ ടെഹ്റാനിൽ ഈ രാത്രിയും വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്നു GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ. പ്രതിരോധിക്കാൻ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും GCC പിന്തുണ അറിയിച്ചു. റഹീസ് വിവരങ്ങളുമായി ചെയ്യുന്നു. റഹീസ്, അമേരിക്കക്കൊപ്പം ഇറാനെതിരെയുള്ള യുദ്ധമുഖത്ത് ഈ സൗദിയോ മറ്റേതെങ്കിലും അറബ് രാജ്യമോ അണിചേരുമോ എന്നത് ഈ രാത്രിയുടെ ആകാംക്ഷ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. റഹീസ്. ഹാഷ്മി, തിരക്കിട്ട നീക്കങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ ഉടനീളം സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. നേരത്തെ UAE പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് സൗദി പ്രധാനമന്ത്രിയുമായും ഒപ്പം തന്നെ ഖത്തർ അമീറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരൊക്കെയും ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളൊരു തീരുമാനം മാത്രമാണ് പരസ്പരം എടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അണിചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ദുബായിയെ സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ദുബായിയുടെ ചില മേഖലകളിലൊക്കെയും ഈ ഉഗ്ര ശബ്ദത്തോടെ എന്തൊക്കെയോ പതിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചില ആളുകൾ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ ഇത് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഈ UAE അവകാശപ്പെടുന്നത് ഇതൊക്കെയും തങ്ങൾ ഡിഫ്യൂസ് ചെയ്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് പതിക്കുന്നത്. അത് ആളുകൾ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അത് തൊടാതിരിക്കുകയോ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് UAE നൽകുന്ന ഒരു വിശദീകരണം. അപ്പോൾ ആ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇങ്ങനെ അവശിഷ്ടങ്ങൾ അടക്കം പതിക്കുന്നുണ്ട്. കാരണം 3 തവണയാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത്, 3 തവണയായിട്ടാണ് ഈ മിസൈൽ ആക്രമണങ്ങളൊക്കെയും ഈ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഈ സൈനിക ക്യാമ്പിന് നേരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയും ഡിഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുന്നു. ആ 3 തവണ ഒന്ന് ഒരു ഇവിടുത്തെ ഒരു UAE സമയം ഒരു 12:30ക്കും 1 മണിക്കും ഇടയിലായിരുന്നു. പിന്നീട് ഒരു 2 മണിയോടുകൂടി ഇത്തരത്തിൽ സെക്കൻഡ് സെറ്റ് ഓഫ് മിസൈൽസിനെ അവർ ഡിഫ്യൂസ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഓരോ രാഷ്ട്രങ്ങളും നൽകി. അതിനപ്പുറത്തേക്ക് പിന്നീട് വൈകിട്ടും ഏതാണ്ട് ഒരു 3:30ക്ക് ശേഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായെന്നും അതും ഡിഫ്യൂസ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരൊറ്റ മരണം മാത്രമാണ് സ്ഥിരീകരിച്ച് നൽകിയിരിക്കുന്നത്. അതിനപ്പുറം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായ മറ്റു വിവരങ്ങൾ UAEയിൽ നിന്നില്ല. ഈ ബഹ്റൈനിൽ നിന്നും ഒക്കെ വരുന്ന ചില ദൃശ്യങ്ങൾ അത് ഭീകരമാണ്. മാത്രമല്ല, യുദ്ധസമയമായതിനാൽ തന്നെ പല പഴയ ദൃശ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഏതൊക്കെ ശരി എന്ന് വേർതിരിച്ചെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ ഈ ബുർജ് ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം പുറത്തു വന്നിരുന്നത്, ബുർജ് ഖലീഫയിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നുള്ള തരത്തിൽ ഒരു വിവരം പുറത്തു വന്നിരുന്നു. പക്ഷേ ബുർജ് ഖലീഫയിലുള്ള ചിലരുമായി ബന്ധപ്പെടുമ്പോൾ അത്തരത്തിൽ തങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അവർ നൽകുന്നത്. യാതൊരു തരത്തിലും അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ദുബായ് എയർപോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ചെക്കിൻ കഴിഞ്ഞ പല യാത്രക്കാരും ഇപ്പോഴും ദുബായ് വിമാനത്താവളങ്ങളിൽ അടക്കം കുടുങ്ങിയിരിക്കുകയാണ്. പലരുടെയും ബാഗേജുകൾ തിരികെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ലഗേജ് ഒക്കെയും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതിന്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ രാഷ്ട്ര തലവന്മാർ തമ്മിൽ നടത്തുന്ന സംഭാഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം സൗദിയിലെ പ്രധാനമന്ത്രി UAE പ്രസിഡന്റിനെ വിളിക്കുന്നു, ഖത്തർ അമീറും UAE പ്രസിഡന്റുമായി സംസാരിക്കുന്നു. എമിറേറ്റുകളിൽ തമ്മിലുള്ള ഭരണാധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുന്ന ഒരു സമയമാണ്. ഇതിലൊക്കെയും ഇറാൻ എപ്പോഴും പറയുന്നത് ഒരു തരത്തിലും അമേരിക്കയുമായി ചേർന്നു നിന്നുകൊണ്ട് ഇറാനെതിരായ ഒരു പോരാട്ടത്തിൽ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ അണിനിരക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി നൽകിയ ഒരു അറ്റാക്ക്, ആ ഒരു തിരിച്ചടി, അത് ഈ ഗൾഫ് രാജ്യങ്ങളെ ഒക്കെയും വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ ഓരോ രാജ്യങ്ങളിലും ഈ ശക്തമായി ആക്രമണത്തിനെ അപലപിക്കുമ്പോഴും
തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിനെതിരെയും യുദ്ധം ചെയ്യരുത് എന്നുള്ളൊരു വാചകം കൂടി അവർ എപ്പോഴും ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം ഏതെങ്കിലും ഒരു സഖ്യത്തിനൊപ്പം അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യം ഈ ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ ആക്രമിക്കാൻ ഒരു പിന്തുണ കൊടുക്കുമോ എന്നോ പ്രതീക്ഷിക്കാൻ നിലവിൽ കഴിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ, കുറെ ചർച്ചകൾ നടന്നു വരികയാണ്. ആ ചർച്ചകൾക്കൊടുവിൽ ഏത് തരത്തിൽ ഇത് പ്രതിരോധിക്കണം എന്നുള്ളതിന്റെ ഒരു ഉറപ്പായും അറബ് രാജ്യങ്ങൾ എംബ്രാസ്ഡ് ആയി എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. മാത്രമല്ല ഇത്രയധികം GCC രാഷ്ട്രങ്ങളിലേക്കും ഇറാഖിലേക്കും ഒക്കെ ഒരേ സമയം, ഇറാഖിലേക്കും ഇസ്രായേലും അടക്കം ഒരേ സമയം ഇത്രയധികം എയർബേസുകളെയൊക്കെ ആക്രമണം നടത്തിയ മറ്റൊരു രാജ്യം ഒരുപക്ഷെ ഇറാൻ അല്ലാതെ വേറെ ഉണ്ടാവില്ല. ഇത് അന്ന് കണ്ടതുപോലെ കുറച്ചുനാൾ മുമ്പ് ഒരു ടോക്കൺ അറ്റാക്ക് എന്ന മട്ടിൽ ഒരു പറഞ്ഞുറപ്പിച്ച അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലുദീൻ അടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു, അല്ലുദീനിൽ നിന്ന് അമേരിക്ക അവരുടെ എല്ലാ ഐറ്റംസ് എടുത്തുകൊണ്ട് പോകുന്നു, അടിക്കുന്നു എന്ന മട്ടിൽ ടോക്കൺ അറ്റാക്കിനപ്പുറം ഇത് കുറച്ചുകൂടി സീരിയസ് അറ്റാക്കാണ്. എയർബേസുകളിലേക്ക് അടിക്കുന്ന അറ്റാക്കിൽ അമേരിക്കയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ എയർബേസിൽ ഉണ്ടാവുന്നുണ്ട്. ഖത്തറിൽ ഈ പറയുന്ന അവരുടെ 5000 കിലോമീറ്റർ റേഞ്ച് അറിയാൻ കഴിയുന്ന റഡാർ പോയി എന്നൊക്കെ പറയുന്ന വാർത്ത പ്രൊപ്പഗണ്ടയ്ക്കപ്പുറം സത്യമാണെങ്കിൽ അതുണ്ടാകുന്ന നാശം വലുതാണ്. അതുകൊണ്ട് ഇത് അന്നുണ്ടായതുപോലെ ടോക്കൺ അറ്റാക്ക് അല്ല, അല്ലെങ്കിൽ പറഞ്ഞുറപ്പിച്ച ഒരു മാച്ച് ഫിക്സിംഗ് അല്ല. ഇത് കൃത്യമായ ഏതാണ്ട് യുദ്ധത്തിലേക്കുള്ള പോക്കാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ അത് യുദ്ധത്തിലേക്കുള്ള പോക്കാണ് എന്നുറപ്പായും പറയാം. ദുബായിൽ പല സ്ഥലങ്ങളിൽ ഇത് കേൾക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ ആരൊക്കെയോ കുറേയധികം പ്രേക്ഷകർ പറയുന്നുണ്ട്. അബുദാബിയിൽ റാസൽ ഖൈമ ശാന്തമാണെന്ന് പറയുന്നു. ബഹ്റൈനിൽ അങ്ങനെ കേൾക്കുന്നില്ല. ദുബായ് ജബലലിയിൽ ആകാശത്ത് വെച്ച് ഡിഫ്യൂസ് ആക്കി തീ പോലെ കണ്ടുവെന്ന് റോഷാന അഫ്സൽ അവിടെ പറയുന്നുണ്ട്. ഖത്തർ ഇപ്പോൾ ഓക്കെ ആയി എന്ന് മുബഷീർ അവിടുന്ന് പറയുന്നുണ്ട്. ഖത്തർ സേഫാണോ എന്ന് അവിനാഷ് ചോദിക്കുകയാണ് കേട്ടോ. അത് അവിടെ കുവൈറ്റിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് സുനു പറയുന്നുണ്ട്. ആഷ്മി, ഞാൻ ഇപ്പോൾ ദുബായിൽ ഫ്രണ്ടിനെ വിളിച്ച് അവിടെ പ്രശ്നമില്ല. ഐ തിങ്ക് പീപ്പിൾ ആർ എക്സാഗറേറ്റിംഗ് തിങ്സ്. എല്ലാ കമന്റ്സും വിശ്വസിക്കണമെന്നില്ല. എല്ലാ കമന്റ്സും വിശ്വസിക്കുന്നില്ല. ഷിജിൽ ഹോങ്കോങ് ആണ് ആ ദൃശ്യങ്ങൾ പറഞ്ഞത്. പക്ഷേ കുറേ അധികം പ്രേക്ഷകർ ഒരു സ്ഥലത്തെ പറ്റി പറയുമെന്നത് മാത്രമേ വായിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഖത്തർ വായിക്കുന്നത്. ഖത്തറിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഖത്തറിൽ പിന്നെയും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിശക്തമായ സ്ഫോടനം ഉണ്ടാവുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അമേരിക്കൻ എയർബേസുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിൽ, അതുകൊണ്ട് നാട്ടിലുള്ള പ്രവാസികളുടെ വീട്ടിലെ ഇവിടെയുള്ള ബന്ധുക്കൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെട്ട സാഹചര്യം നിലവിൽ എവിടെയുമില്ല എന്ന് അമേരിക്കയിലുള്ള ഭരണാധികാരികളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇറാന്റെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടോ എന്നൊരു സൂചന ഇപ്പോൾ വരുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ, 3-4 മാധ്യമങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ബാസ് അറാഖി അതിനെ പൂർണ്ണമായി തന്നെ നിരാകരിക്കുമ്പോഴും അത്തരത്തിൽ ഈ രാത്രി ഇസ്രായേലിലാവട്ടെ, ഇറാനിലാവട്ടെ, ഗൾഫ് മേഖലയിലാവട്ടെ നിർണായകമായ രാത്രിയാണെന്ന് ഉറപ്പായും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.